രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം കേന്ദ്ര ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അന്വേഷണ ഏജൻസികൾക്കും നേരെ ഭരണകക്ഷിയുടെ പിന്തുണയോടെ നടക്കുന്ന അക്രമങ്ങൾ സംസ്ഥാന ക്രമസമാധാന തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീടിന് മുന്നിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും അവരുടെ വാഹനങ്ങളെയും ക്രൂരമായി ആക്രമിച്ച സംഭവം പാർട്ടി അനുഭാവികൾ നിയമം കയ്യിലെടുക്കുന്നതിന്റെയും രാജ്യത്തെ ഭരണഘടനാ തത്വങ്ങളെ വെല്ലുവിളിക്കുന്നതിന്റെയും വ്യക്തമായ ഉദാഹരണമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ മൃഗീയമായി തടഞ്ഞു നിർത്തുകയും കൃത്യനിർവഹണത്തിന് തടസ്സം നൽകുകയും ചെയ്ത സംഭവത്തിൽ പാർട്ടിയിലെ ഉന്നത നേതാക്കളുടെ സാന്നിധ്യവും പങ്കാളിത്തവും അന്വേഷിക്കാൻ പോലീസിന് നിർബന്ധിതരാകേണ്ടി വന്നു എന്നത് CPM-ന്റെ യഥാർത്ഥ മുഖം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വഴിയൊരുക്കുകയാണ്. ഒരു കേസിന്റെ അന്വേഷണാർത്ഥം എത്തിയ കേന്ദ്ര ഏജൻസിക്ക് നേരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള അക്രമമാണ് CPM പ്രവർത്തകരിൽ നിന്നും അഴിച്ചുവിട്ടത്. ഈ അക്രമ സംഭവം വെറും ഒരു നിമിഷത്തെ വികാരത്താൽ ഉണ്ടായതല്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണെന്ന ആരോപണങ്ങൾ ശക്തമാണ്. അന്വേഷണം നടക്കുന്ന അന്നേ ദിവസം സംഭവ സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MP ആയ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളും സ്ഥലത്തുണ്ടായിരുന്നു എന്നത് കേവലം ഒരു യാദൃശ്ചികതയായി കാണാനുമാകില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്താനും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതിരോധം തീർക്കാനും പാർട്ടി നടത്തിയ ശ്രമമായി വേണം ഇതിനെ വിലയിരുത്താൻ. സംഭവ സ്ഥലത്ത് പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ അക്രമത്തിൽ അവർക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടോ എന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യലിനോ തെളിവെടുപ്പിനോ എത്തുമ്പോൾ അതിനെ നിയമപരമായി നേരിടുന്നതിന് പകരം ഗുണ്ടകളെയും പ്രവർത്തകരെയും തെരുവിലിറക്കി അന്വേഷണം തടസ്സപ്പെടുത്താൻ നോക്കുന്നത് പാർട്ടിയുടെ ആധിപത്യ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ടവരുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സൈബർ അന്വേഷണത്തിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. അക്രമം നടത്തുന്നതിന് തൊട്ടു മുമ്പ് DYFI, SITU, LDF വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്ക് കൂട്ടത്തോടെ എത്താൻ ആഹ്വാനം ചെയ്യുന്ന ശബ്ദരേഖകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഇതിൽ നിന്നും തികച്ചും വ്യക്തമായി തെളിയുന്ന ഒരു കാര്യം, തെരുവിൽ ആളുകളെ കൂട്ടിയടിച്ച് കലാപസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അണിയറയിൽ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു എന്നതാണ്. തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട SITU പോലുള്ള സംഘടനകളെയും യുവാക്കളെയും നേതാക്കളുടെ അഴിമതി മറച്ചു പിടിക്കാനുള്ള ആൾക്കൂട്ട അക്രമങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് CPM. എന്നാൽ അക്രമത്തിന് നേരിട്ട് ആഹ്വാനം ചെയ്തു എന്ന് തെളിയിക്കാൻ ഓഡിയോ സന്ദേശങ്ങളിൽ സാങ്കേതികമായി വരികൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ നേതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ED ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കിയത് ഇതേ നേതാക്കൾ തന്നെയാണ്. CPM എക്കാലത്തും തങ്ങൾക്കെതിരായ ഏത് അന്വേഷണത്തെയും രാഷ്ട്രീയ പ്രേരിതമെന്ന് മുദ്രകുത്തി തള്ളിക്കളയുന്ന ശൈലിയാണ് സ്വീകരിച്ചത്. ഭരണഘടന അനുശാസിക്കുന്ന അന്വേഷണ ഏജൻസികളെയും കോടതികളെയും പോലും തങ്ങളുടെ പാർട്ടി താല്പര്യങ്ങൾക്ക് വഴിപ്പെടാത്ത പക്ഷം ശത്രുക്കളായി കാണുന്ന പ്രവണതയാണ് ഇവിടെയും പ്രകടമാവുന്നത്. കേസിൽ ഇതുവരെ 26 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ 25 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മാസങ്ങളോളം കസ്റ്റഡിയിൽ കഴിഞ്ഞ പല പ്രതികൾക്കും പിന്നീട് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയുണ്ടായി. ഈ അക്രമികൾക്ക് വേണ്ടി നിയമസഹായം നൽകാനും കോടതിയിൽ അവർക്കായി വാദിക്കാനും പാർട്ടി സംവിധാനങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുകയാണ്. പൊതുമുതൽ നശിപ്പിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിന് പകരം അവരെ പാർട്ടി പോരാളികൾ എന്ന രീതിയിൽ സംരക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നത്. എന്നാൽ ഇവരുടെ ഇത്തരം ഇടപെടലുകൾ ഭാവിയിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രവർത്തകർക്ക് പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ അധികാരത്തിന് പുറത്തിരിക്കുമ്പോഴോ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിനെയോ ക്രമസമാധാന സംവിധാനങ്ങളെയോ നിഷ്ക്രിയമാക്കുന്ന ശൈലിയാണ് കണ്ടുവരുന്നത്. പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ നടന്ന സംഭവത്തിൽ രാജ്യത്തെ ഒരു പ്രമുഖ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് പോലും സുരക്ഷ ലഭിച്ചില്ല എന്നത് സംസ്ഥാന ക്രമസമാധാന തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തങ്ങൾക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളെയും സാമ്പത്തിക ക്രമക്കേടുകളെയും നിയമപരമായി നേരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് CPM എല്ലായ്പ്പോഴും ഏതൊരു വിഷയത്തിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അക്രമം വഴിയോരങ്ങളിലേക്ക് അഴിച്ചുവിടുന്നത്. ജനാധിപത്യത്തിൽ ഇത്തരം അക്രമ രാഷ്ട്രീയത്തിനും ആൾക്കൂട്ട നീതിക്കും സ്ഥാനമില്ല. എന്നാൽ ജനാധിപത്യ മര്യാദകളെയും രാജ്യത്തെ നിയമങ്ങളെയും കാറ്റിൽ പറത്തി CPM നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കുറ്റവാളികളെയും അന്വേഷണം നടത്തി അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന്
അവർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ നീതിന്യായ വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയുള്ളൂ.